പൂർണ്ണമായി ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്. പിന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ടി നല്ല മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മികച്ച ഉൽപ്പന്നങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെ ഗുണനിലവാരമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തണം, ഞാൻ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഗുണനിലവാരമുള്ളതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തി, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇതിൽ ഗുണമുണ്ടെന്നും ആളുകൾക്ക് അത് ഉപകാരം ചെയ്യുമെന്നും നമ്മൾ ഉറപ്പുവരുത്തി. പേര് ഉസ്മാൻ ദാരിമി എന്നാണ്. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് പന്തിപ്പുല്ല്. സത്യത്തില് ഞാനൊരു ബിസിനസ് മേഖലയിൽ വിവിധ തരങ്ങളിൽ എൻ്റെ ഈ അധ്യാപന രംഗങ്ങളിലും അതേപോലെ മറ്റ് രംഗങ്ങളിലും കഴിയാവുന്നിടത്തോളം ഒരു ബിസിനസ്സുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട് ജീവിതം പല നിലയിലും നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ നിനക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, കച്ചവടത്തോട്, ബിസിനസ്സിനോട്. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിനെ പറ്റിയൊരു ബിസിനസ് അവസരം കിട്ടിയെന്നുള്ളതും വലിയ സന്തോഷമാണ്. ഞാൻ ഇതിലേക്ക് സാധാരണ ഒരുപാട് ആളുകൾക്ക് വരാനുള്ളതും പറയാനുള്ളതും പോലെ തന്നെ പ്രൊഡക്റ്റിന്റെ നല്ല അനുഭവം, അതായത് നമ്മളെ സ്വാധീനിക്കുന്ന തരത്തില്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തില് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരുപാട് കാര്യങ്ങൾ ഇതിനെ ആകർഷിച്ചത് കൊണ്ടാണ് ഇത് കൊണ്ടുപിടിക്കാൻ കാരണം ഉണ്ടായിട്ടുള്ളത്. നല്ല മഴയുണ്ട്, ചിലപ്പോ നെറ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയില്ല. ശബ്ദം എല്ലാവരും നന്നായി കേൾക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെ? ഓക്കെ സാർ, ക്ലിയർ ആണ്. അപ്പോ ഇന്ന് വളരെ കുറഞ്ഞ സമയം, ഒരു 10-20 മിനിറ്റ്, ഒരു 20-25 മിനിറ്റേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഇതിൽ വന്നിട്ടുള്ള ആളുകളൊക്കെയും എനിക്ക് തോന്നുന്നു എല്ലാവരും ഐഡിയ അടിച്ച് ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആളുകളാവാനാണ് സാധ്യത. തുടക്കക്കാരാവണം, നേരത്തെ തുടങ്ങി കുറച്ചു കാലമായ ആളുകളൊക്കെ ആവണം. രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹങ്ങളും ഉണ്ടാകണം, ആശയുണ്ടാകണം. അതിനുവേണ്ടിയായിരിക്കും നമുക്കൊരു സാമ്പത്തിക വരുമാനം ഉണ്ടാക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. അതിനുണ്ടാകേണ്ട ചില ക്വാളിറ്റിയെ കുറിച്ച് അതിൽ നമുക്കുണ്ടായി തീർക്കേണ്ട. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വന്നുപെട്ടുള്ളത് വേറെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചോ മറ്റു കമ്പനികളെ കുറിച്ച് ചർച്ച ചെയ്തതിന് പകരമായി നമ്മൾ വന്നുപെട്ടിട്ടുള്ള കമ്പനിയെ കുറിച്ച് നമ്മൾ പറയാം. പിന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ അവസരത്തെ കുറിച്ച്, ഈ മേഖലയെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഡയറക്ട് സെല്ലിങ്, നേരിട്ടുള്ള വിൽപ്പന, നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുക. യഥാർത്ഥത്തിൽ അതിവേഗം വളർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനികന്റെ അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്തിന്റെ അവസാനം. വളരെ പെട്ടെന്ന് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ നേരിട്ടുള്ള വിൽപ്പന എന്നുള്ളത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് 1940 ചരിത്രങ്ങളൊന്നും ആ ചരിത്രങ്ങൾ കടന്നു പോകുന്നില്ല ഒന്നെങ്കിലും. ഇപ്പൊ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2022 10.38% ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം 100 കോടിയാണ്, 1000 ദശലക്ഷമാണ്. അങ്ങനെയുള്ള ഡയറക്ട് സെല്ലിന്റെ വളർച്ച 2030 ആകുമ്പോഴത്തേക്ക് $21.67 ബില്യൺ ശതമാനത്തിലേക്ക് വരാൻ പോകുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ബോധ്യം ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാനും വിജയിക്കാനും സുഖം. അതായത് 2023 മുതൽ 2030 വരെ ഇതിന്റെ ഈ വാർഷിക വളർച്ചയുടെ നിരക്ക് ബുദ്ധിയുള്ളവർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കഴിവുള്ള ആളുകൾ അതിന് പറയുന്ന വാർഷിക വളർച്ചയുടെ നിരക്ക് 9.6%. എന്താ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ കുറഞ്ഞ മുതൽ മുടക്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനുള്ള അവസരം നൽകുന്നു ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് കുറഞ്ഞ മുതൽ മുടക്കിലാണ്. ഇതിൽ നമുക്ക് ആവശ്യമാകുന്ന സാധനങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ വിൽക്കാൻ കഴിയുന്നത്?
വിൽക്കാൻ കഴിയുന്നതിൽ കൊടുക്കുന്ന സാധനങ്ങൾ ആരോഗ്യ സൗന്ദര്യ വർദ്ധക ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായി ഒന്നുള്ളത്. അതിനുവേണ്ടി ആളുകൾ ചെലവഴിക്കുന്നതൊക്കെ നമുക്കറിയാം. ആരോഗ്യ രംഗത്തും സൗന്ദര്യ രംഗത്തും ഒക്കെ ഇതിൽ എത്രയാണ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ മടങ്ങിലാണ് അതിനു വേണ്ടി ആളുകൾ കാശ് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ഓരോരോ സാധനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പലരും, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പിന്നെ നമ്മൾ ഇതിലുള്ള പ്രധാനമായി ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതിനും, ആരോഗ്യം സംരക്ഷിക്കുന്ന നമ്മൾ രോഗികളല്ലാതിരിക്കണം, രോഗം വരാതിരിക്കണം, അത്തരം ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് വിൽക്കപ്പെടുന്നത്. ഈ മേഖലയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ നോക്കുക, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ മാത്രം 2025 നമ്മൾ കേട്ടിട്ടുണ്ട് 18-20 ബില്യൺ കണക്ക് രൂപയുടെ വിപണി കേരളത്തിൽ മാത്രം നടക്കുമെന്ന് ഇപ്പൊ പുതിയ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഈ ബിസിനസിന്റെ ഡയറക്ട് സെല്ലിങ്ങിന്റെ വളർച്ച വരാൻ പോകുന്ന 17%. ആ 17% ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രത്യേകിച്ച് കേരളത്തിലാണ്. 15 ലക്ഷത്തിലധികം ആളുകൾ 2025 കേരളത്തിൽ മാത്രം ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നു. നമ്മളതിലേക്ക് കടന്നു പോകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെന്തിനാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എന്നോടടക്കം നമ്മൾ വന്നുപെട്ടിരിക്കുന്ന അവസരവും വന്നുപെട്ടിരിക്കുന്ന ഇടവും നമ്മൾ ചെയ്യുന്ന ജോലിയും മഹത്തരമാണെന്ന് അവനവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലേ നമുക്ക് വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കളിയാക്കലുകളും മറ്റു പറയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പലരെയും ചാരണം ചെയ്യേണ്ടി വരും. അസോസിയേറ്റ് ആളുകളെ, അപ്ലൈനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ ഒക്കെ നമ്മൾ കുറ്റം പറയേണ്ടി വരും. നമ്മൾ നോക്കൂ, വരുമാനം നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. നമ്മൾ അതിലേക്ക് മാത്രം, അതാണല്ലോ നമുക്ക് ആ മുഖ്യമായ ലക്ഷ്യം ഉണ്ടാവുക, നല്ല വരുമാനം ഉണ്ടാവുക, നല്ല നിലയിൽ ജീവിച്ചു പോവുക, സന്തോഷമായിട്ട്. അതിനൊക്കെ വേണം. അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ പോരാ എന്നൊക്കെ ചോദിച്ചു. ഞാനൊക്കെ വിചാരിച്ചത് നമ്മൾ ഈ അവസ്ഥയില് ഒരു 2000, 3000 റുപ്യ, 4000 റുപ്യ ഏറി വന്നൊരു 10,000 റുപ്യയുടെ ഒരു കല്യാണ ഷർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാല് അതായി ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഷർട്ടിന്റെ വില എന്നൊക്കെ കരുതിയ ഒരു ആളായിരുന്നു ഞാൻ. ഈ അടുത്ത് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാള്, അയാളെടുത്ത ഷർട്ടിന് നമ്മളിങ്ങനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇതിനെന്ത് വില ഉണ്ടാവും? 40,000 റുപ്യ ഉള്ളൂ. ഒരു ഷർട്ടിന്റെ മുകളിൽ ഇതെന്തിനാ ഓർമ്മപ്പെടുത്തി? വരുമാനം ഉണ്ടാക്കണോ എന്ന് ആലോചിക്കാൻ. ഷർട്ട് ഇടാനല്ല, നമ്മൾ ഇനിയുള്ള കാലങ്ങളെ, കഴിഞ്ഞ കാല വരുമാന മാർഗങ്ങളൊന്നും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വരുമാനം നേടാനുള്ള ഒരു അവസരമാണ് ഈ ഡയറക്ട് സെല്ലിങ്ങും നമ്മുടെ ഈ രീതിയും നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. നേരിട്ടുള്ള വിൽപ്പന കൊണ്ടുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ വരുമാനം നേടാനുള്ള ഒരു അവസരമാണ് അധിക വരുമാനം ഉണ്ടാക്കുക. ഇതെങ്ങനെയാണ് അധിക വരുമാനം ഉണ്ടാക്കുക? അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവും നമ്മുടെ പ്രയത്നവും നമ്മുടെ ജോലിയും അനുസരിച്ച് വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഡയറക്ട് സെല്ലിംഗ്. അതിന് നമുക്ക് MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡില് നമുക്ക് കയറിക്കൂടാൻ അവസരം കിട്ടിയതുകൊണ്ട് അതിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. വലിയ മുതൽ മുടക്കില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമായ ഒരു ആകർഷണീയം എന്ന് പറയുന്നത് വലിയ മുതൽ മുടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാനും അതിനനുസരിച്ച് വരുമാനം നേടാൻ, നമ്മുടെ ജോലിക്കനുസരിച്ച് വരുമാനം നേടാനും കഴിയുന്ന ഒരു ഏർപ്പാടിന്റെ പേരാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ആ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാന മാർഗം വർദ്ധിച്ചു കൊണ്ടിരിക്കും, വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പം വേണമെങ്കിലും എവിടെ വെച്ചും ഏത് ജോലികൾക്കൊപ്പം നമുക്ക് ചെയ്യാം. എപ്പോഴും ചെയ്യാം, എവിടെയും ചെയ്യാം, ഏത് ജോലികൾക്കൊപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏർപ്പാടാണ്, ഒരു ബിസിനസ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ നമുക്ക് കഴിയുന്ന തരത്തില് ഏറ്റവും നല്ലൊരു ബിസിനസ്. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മളോടൊക്കെ നമ്മളത് നമ്മുടെ സ്വന്തത്തോടാണ് ചോദിക്കേണ്ടത്. ഓരോരുത്തരും അവനവന്റെ ബിസിനസ്സാണ്, അവനവന്റെ അവസരമാണ്, അവനവന്റെ. നമ്മൾ ആലോചിക്കണം, നമുക്ക് കിട്ടുന്നതിൽ നമ്മളെ വരുമാനം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആർക്കും കൊടുക്കേണ്ടിയൊന്നും വരില്ല.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെലവാക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം, ആരും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് ഏറ്റവും നല്ല നിലയിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു കച്ചവടമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വളരെ വ്യക്തമായി നമ്മൾ അത് പഠിക്കുമ്പോഴേ ഇത്ര ഒരു രസമുള്ള ഒരു പരിപാടി വേറെ ഉണ്ടാവും. നമ്മുടെ ആശയവിനിമയങ്ങൾ ആളുകളുമായി ഇടപഴകുമ്പോൾ, ആളുകളുമായി നമ്മൾ സംവദിക്കുമ്പോഴേ അത് നമുക്ക് ആ സംവദിക്കുന്നതിലൂടെ നമ്മുടെ ആശയവിനിമയങ്ങൾ നടത്താൻ പറ്റാവുന്ന ഒരു ഏർപ്പാടാണ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട്. അത് മാത്രമല്ല, നല്ല നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കാൻ ഉള്ള അവസരം കൂടിയാണ്. അത് നല്ലൊരു നേതൃത്വം, ആളുകൾ നല്ലത് പറയുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റാവുന്ന കാരണം എന്താണ്, നമ്മൾ ടീമുകളെ നയിക്കേണ്ടി വരും, അവർക്ക് പരിശീലനം കൊടുക്കണം, അവരുടെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളുടെ ആ സൗകര്യങ്ങൾ ടീമിനെ പരിശീലിപ്പിക്കാനും അവർക്ക് നേതൃത്വം കൊടുക്കാനും അവർക്ക് അവസരങ്ങൾക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നേതൃത്വ ഗുണം വികസിക്കും. അങ്ങനെ നേതൃത്വ ഗുണം വികസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ പരിശീലനത്തിന് നമ്മൾ വിധേയരാവണം. നമുക്ക് ഈ മൈ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിന് പ്രത്യേകമായ സംവിധാനമുള്ള ഒരു ഏർപ്പാടാണ്, ഒരു കമ്പനിയാണ്. അതിനുള്ള അക്കാഡമി, അതേപോലെ അതിന് പറ്റാവുന്ന ലീഡേഴ്സിനൊക്കെ വാർത്തെടുത്ത് ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശീലിച്ചാൽ, നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, നമ്മൾ വിധേയരായി ഈ ബിസിനസ് പഠിക്കാനും അത് ചെയ്യാനും ഇത് ആളുകൾക്ക് അവസരം കൊടുക്കാനും നമ്മൾ തയ്യാറാവും. നല്ല നേതൃത്വ ഗുണമുണ്ടാകുന്ന ഒരേർപ്പാടും കൂടിയാണ് നമ്മുടെ ബിസിനസ്. നേതൃത്വ ഗുണമുണ്ട്. ഇതിന്റെ നേട്ടങ്ങളിലേക്ക് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നേട്ടങ്ങൾ ഇങ്ങനെ എന്തിനാ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ച് അത്തരം ഒരു നേട്ടത്തിന്റെ അവസരത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് നമുക്ക് ബോധ്യമായാൽ ഇത് ചെയ്യാൻ പ്രത്യേക താല്പര്യമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് എനിക്കിന്ന് തോന്നിയിട്ടുള്ള ആ വിഷയം. കാരണം ഇന്നലെ രാത്രിയാണ് പ്രിയപ്പെട്ട റുക്യ മേഡം അങ്ങ് വിളിക്കുന്നത് ഗസ്റ്റായിട്ട് വരുമോ എന്നുള്ളത്. മുടക്കം പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇതെനിക്ക് തോന്നി എന്നോടടക്കം ചില വിഷയങ്ങൾ ബോധ്യപ്പെടുത്തണം. അപ്പൊ ആളുകൾ അത് കേൾക്കും, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. നമുക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല ആവശ്യമെന്ന് പറയുന്ന നല്ല അധ്വാനമാണ്, അർപ്പണബോധമാണ്. സ്ഥിരമായി പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വിജയിക്കാൻ പ്രധാനം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ഏർപ്പാട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കമ്പനിയിൽ നമ്മൾ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അത് സുതാര്യമായതായിരിക്കണം, നിയമപരമായ കമ്പനി ആവണം, കമ്പനിക്ക് നല്ല ചരിത്രം വേണം. ഇതൊന്നും മൈ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അത് അറിയാവുന്ന ആളുകൾക്ക് ഡൗട്ടിന് പോകും. ആരെങ്കിലും പുതിയ ആളുകളായി വന്നവരുണ്ടെങ്കിൽ അവരോടും കൂടി പറയാണ്, നിയമപരമായി എവിടെയും ഒരു പഴുതും കൊടുക്കാതെ, രാജ്യത്തിനോ രാജ്യത്തുള്ള ജനങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും നൽകാതെ, അവിടെ ഇത് ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കുന്നവർക്കും ഇത് കൊണ്ടു നടക്കുന്നവർക്കും എല്ലാ പരിരക്ഷയും നൽകുന്ന ഗവൺമെന്റ് തലത്തിലും മറ്റ് കമ്പനിയുടെ ഭാഗത്തു നിന്നും എല്ലാ നിലയിലും പരിരക്ഷ നൽകുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. സുതാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടിനും വകയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ടെൻഷനോ അല്ലെങ്കിൽ ഡൗട്ടോ സംശയം ഉണ്ടോ തീർക്കാൻ നിങ്ങൾ ആരാണോ പരിചയപ്പെടുത്തി അവരുമായി ഇടപെട്ട് അത് തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരു പറ്റാവുന്ന തരത്തിലേക്ക് അതിന് ഒരു നേതൃത്വം നമുക്കുണ്ട്. കമ്പനിക്ക് നല്ലൊരു ചരിത്രം അതിനുണ്ട്. അതിന് തുടങ്ങിയതിനെ കുറിച്ചോ അതിലെങ്കിലും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പൂർണ്ണമായി ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്. പിന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ടി നല്ല മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മികച്ച ഉൽപ്പന്നങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ ഗുണനിലവാരമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തണം, ഞാൻ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഗുണനിലവാരമുള്ളതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തി, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇതിൽ ഗുണമുണ്ടെന്നും ആളുകൾക്ക് അത് ഉപകാരം ചെയ്യുമെന്നും നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം ചെയ്യാൻ കഴിയാവുന്ന, വളരെ ഈസിയായി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ്, ഒരു ബിസിനസിന്റെ അവസരമാണ്
MA ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉൽപ്പന്നങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസം, നമുക്ക് പലപ്പോഴും നമ്മുടെ പരിശീലനങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. അതിന് നമ്മൾ ആവശ്യമാകുന്ന തരത്തിൽ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. എല്ലാം ചിലപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞോളൊന്നില്ല. മറ്റൊരു നിലയിൽ നമ്മൾ ആളുകൾക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണ് പറയുന്നത്. വേണ്ടപ്പെട്ടവര് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഉൽപ്പന്നങ്ങളിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ, അങ്ങനെ വിശ്വാസം ഉണ്ടാകുമ്പോഴും നമ്മൾ അറിവും പരിശീലനവും നേടുക വഴി, ഉൽപ്പന്നങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുക വഴി നമ്മളിൽ നിന്ന് ഉപഭോക്താക്കളുമായൊരു നല്ല ബന്ധമുണ്ടാക്കുകയും അങ്ങനെ നമ്മുടെ നേതൃത്വ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ആവശ്യങ്ങൾ തിരിച്ചറിയുകയും നമ്മളതിൽ വിശ്വാസം നേടുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലാണോ പോകുന്നത് അവരെ കേൾക്കാൻ നമ്മൾ പഠിക്കുകയും അവരെ കേൾക്കാൻ പഠിക്കുമ്പോൾ അവരുമായി നല്ല കണക്ഷൻ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം നമുക്കുണ്ട്. ആ നേട്ടമാണ് നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിക്കുക എന്നുള്ളത്. നമ്മുടെ സ്ഥിരതയും പ്രതിബദ്ധതയും ഉണ്ടാവുന്നു, നെറ്റ്വർക്ക് വർദ്ധിക്കുന്നു. നെറ്റ്വർക്ക് നമുക്ക് വർദ്ധിക്കുമുണ്ടാകുന്ന സുഖങ്ങള്, ആ ലക്ഷ്യം നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ആ ലക്ഷ്യം നമ്മളുടെ ബിസിനസിന്റെ മേഖലകളും നമ്മുടെ ആവശ്യങ്ങളും നിർവഹിക്കാൻ തിരക്കുന്ന പരിധിയില്ലാത്തവരും നമുക്ക് ശേഷം കടന്നു വരാം, പരിധിയില്ലാത്ത വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഞാനിതിവിടെ ഓർമ്മപ്പെടുത്തിയത്, നമ്മളിൽ ഉണ്ടാകേണ്ടത് ഇതുപോലുള്ള വിശ്വാസവും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാകേണ്ട ഒരു വിഷയം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ലക്ഷ്യം എന്ന് പറയും. നമ്മളൊക്കെ പിന്നെ ചിലപ്പോഴൊക്കെ ഡിസ്കവറി ചാനലുകളൊക്കെ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. ചില പുലിയൊക്കെ, എല്ലാ പുലിയൊക്കെ സ്വഭാവം തന്നെയാണ്, പുലിയൊക്കെ മാൻപേടകൾ മാൻകൂട്ടങ്ങളെ കണ്ടാൽ ആ മാൻകൂട്ടങ്ങളിൽ നിന്ന് ദൂരെ മാറി നിന്നിട്ട് അത് പിന്നെ ലക്ഷ്യം വെക്കുന്നതിന് ചിലപ്പോൾ ഇവരുടെ കണ്ണൊക്കെ വെച്ചിട്ട് ഈ ചാനലുകാർ, കഴിവുള്ള ക്യാമറക്കാര് അതിൽ ഏതെങ്കിലും ഒരു മാന്റെ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അതങ്ങനെ അതിനെ മാത്രം ശ്രദ്ധിക്കുള്ളൂ. എന്നിട്ട് ആ കൂട്ടത്തിനെ ഓടിച്ച പിന്നെ അതിന് പിന്നാലെ പുലി ഓടുന്നുണ്ട്. പുലി ഓടി 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 ഓടുന്ന വഴിയിൽ ചിലപ്പോൾ ചിലതൊക്കെ തളർന്ന് വീഴുന്നുണ്ടാവും, പുലി ശ്രദ്ധിക്കൂല. ചിലത് ഓട്ട സ്പീഡ് കുറച്ചിട്ടുണ്ടാവും, പുലി ശ്രദ്ധിക്കൂല. ഓടി ഓടി ഏതിനെയാണോ ലക്ഷ്യം വെച്ചത് അതിനെ കൊണ്ട് തന്നെയാണ്, അതിനെ പിടിച്ചു തിന്നാലാണ് പുലിക്ക് സമാധാനം ഉണ്ടാകും. നമുക്കതുപോലെ ഒരു ലക്ഷ്യം ഉണ്ടാക്കണം. ആ ലക്ഷ്യമുണ്ടായാൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അങ്ങനെ കുതിക്കണം. ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ വരുന്ന വൈകിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മളെടുത്ത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ അപ്പോഴാണ് പല മാനുകളെയും നമ്മൾ കാണുക. പലരും പലതിൽ ചെന്നപ്പെടും. നെറ്റ്വർക്കിൽ അതേപോലെ തന്നെ എങ്ങനെ കമ്പനിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പല കാരണങ്ങളും പറഞ്ഞ് നമ്മൾ ഈ മേഖലയിലാന്ന് കണ്ടു കഴിഞ്ഞ പല നിലയിലാണ് ഇങ്ങനെ അറബിയിൽ പറയും തലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലി, എല്ലാത്തിന്റെ പിന്നാലെ നടക്കുന്നതിന് എല്ലാം നഷ്ടപ്പെടും. നമുക്ക് ഒന്നില് ഒരു ലക്ഷ്യം ഉണ്ടായാൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ ഒന്ന് തെരഞ്ഞെടുത്താൽ അതിലൂടെ ലക്ഷ്യം നേടുമെന്ന് അതിന് ഉറപ്പാകുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശ്വാസം, ആ ചരിത്രം, ഇതൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ മൈ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ലീഡേഴ്സുമായി ബന്ധപ്പെട്ടും കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ തീർക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഇതിന്റെ പ്ലാനെ കുറിച്ചും അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും അതിന്റെ ഗുണനിലവാരങ്ങളെ കുറിച്ചും അതിന്റെ ആളുകളെ കുറിച്ചും ഒക്കെ നമുക്കപ്പം അങ്ങനെ ലക്ഷ്യമുണ്ടാക്കണം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കമ്പനിക്ക് മൈ ലൈഫ് സ്റ്റൈലിൽ ഒരു നല്ല ഒരു ലക്ഷ്യമുണ്ട്, കമ്പനിക്ക് ലക്ഷ്യമുണ്ട്, നമുക്ക് ലക്ഷ്യം ഉണ്ടാക്കണം. നമ്മുടെ ലക്ഷ്യം നമ്മൾ രക്ഷപ്പെടാനാകണം. രക്ഷപ്പെടുന്നത് വരെ ഇതിൽ പണിയെടുക്കാൻ തയ്യാറാക്കണം, ഇത് പഠിക്കാൻ തയ്യാറാക്കണം. ഓർത്തു പോകുന്നത്, കുറച്ച് ചെറുപ്പക്കാർ പ്രദേശത്ത് മഴയില്ലാതെ ആയപ്പോഴേ മഴ ഉണ്ടാകാൻ ആരോ പറഞ്ഞു ഇന്നാലിന്നടുത്തൊരു സ്വാമിജി ഉണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചാൽ മഴ ഉണ്ടാവുന്നു. അപ്പോ ചെറുപ്പക്കാർ തീരുമാനിച്ചു നമുക്കൊന്ന് വിളിച്ച് ഡാൻസ് കളിപ്പിച്ചാലോ. അവരൊരു ഡാൻസ് കളിപ്പിച്ചു. ഇയാള് ഡാൻസ് കളിക്കാൻ തുടങ്ങി, മഴ പെയ്തു. ചെറുപ്പക്കാർ ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചു, അയാൾ പിരിഞ്ഞുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും മഴ ഇല്ലാതെയായി. അപ്പൊ ഈ ചെറുപ്പക്കാര് വന്ന് ഡാൻസ് കളിച്ചു നോക്കി. അവിടെ നിന്നിട്ട് മഴ പെയ്യാൻ വേണ്ടി കുറെ ഡാൻസ് കളിച്ചു, മഴയൊന്നും ഇല്ലാണ്ട്. അപ്പൊ ചെറുപ്പക്കാരെ നിർത്തിയിട്ട് കൊണ്ടുവന്നു, നമുക്ക് സ്വാമിജിനെ തന്നെ കൊണ്ടുവരാം. വീണ്ടും സ്വാമിജിയെ കൊണ്ടുവന്നു, സ്വാമിജി ഡാൻസ് കളിച്ചു, മഴ പെയ്തു തിരിച്ചു പോകുമ്പോ ചെറുപ്പക്കാർ വട്ടം കൂടിയിട്ട് പറഞ്ഞു, സ്വാമിജി എന്ന് വിടണമെങ്കിൽ എന്താണ് സ്വാമിജി ഡാൻസ് കളിക്കുമ്പോ മഴ എങ്ങനെ പെയ്യുന്നു, ആ രഹസ്യം പറഞ്ഞു അന്നേരെ വിടുള്ളൂ എന്ന് പറഞ്ഞു. ആ രഹസ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇല്ല, നിങ്ങൾ പറഞ്ഞാലേ വിടുള്ളൂ. അപ്പൊ സ്വാമിജി പറഞ്ഞൊരു വർത്താനമുണ്ട്, നിങ്ങൾ ഡാൻസ് കളിച്ചിട്ട് മഴ പെയ്തില്ല അല്ലെ, നിങ്ങൾ കുറെ കളിച്ചോ, ഞങ്ങൾ കുറെ കളിച്ചു, കുറെ ആള് കളിച്ചോ, കുറെ ആളുകൾ കളിച്ചു, നിങ്ങൾ ആര് കളിച്ചിട്ട് മഴ പെയ്തില്ല.
എന്നിട്ടോ ഞങ്ങളത് മഴ പെയ്യാതായപ്പോ ഞങ്ങൾ നിർത്തിപ്പോയി, നിങ്ങളെ കൊണ്ടുവന്നു, നിങ്ങൾ ഡാൻസ് കളിച്ചപ്പോൾ മഴ പെയ്തു. അപ്പൊ സ്വാമിജി പറഞ്ഞു, അതിൽ രഹസ്യമോ അതിൽ പ്രത്യേക ഒരു ഹിക്മത്തും ഒന്നുമില്ല. ഞാൻ മഴ പെയ്യുന്നവരെ ഡാൻസ് കളിച്ചു, മഴ പെയ്തപ്പോ ഞാൻ നിർത്തി. നിങ്ങൾ കുറച്ച് കളിച്ചു, മഴ പെയ്യുന്നില്ല, നിർത്തിപ്പോയി. ഞാൻ മഴ പെയ്യുന്നത് വരെ നമ്മൾ അതേപോലെ ഇതിൽ നമ്മൾ വന്ന എപ്പോഴാണ് നമ്മൾ മഴ പെയ്യുന്നത് അപ്പോഴേ നമ്മൾ നിർത്താം. അതിനിടയിൽ കുറെ കഴിഞ്ഞ് ചില ആളുകളെ കാണുമ്പോൾ പറയും, 2 കൊല്ലായില്ലേ, 2 കൊല്ലായി, എന്നിട്ടോ എവിടെ ഇതിലൊന്നും എവിടെ എത്തൂല. അങ്ങനത്തെ കുറച്ച് ആളുകൾ ഏത് സെന്ററിൽ വന്നാലും ചിലപ്പോൾ ഒരുമിച്ച് കൂടാനുണ്ടാവും, ഇതുപോലൊക്കെ നിർത്താൻ ആളുകൾ ഉണ്ടാവും. നമ്മൾ കുറെ അങ്ങനെ പല ആളുകൾ അത്തരം ആളുകളെ കാണുള്ളൂ. അത് മാത്രല്ല, അത് ഏത് മേഖലയിൽ അങ്ങനെയാണ്. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നൊക്കെ ആ വണ്ടിയാണ് എന്നതുപോലെ നമ്മളിതിങ്ങനെ കഴിഞ്ഞ അത്തരം ആളുകളെയാണ് ചിലർ ശ്രദ്ധിക്കുന്നതെങ്കിൽ എവിടെ എത്താത്ത, പലതിലും തുടങ്ങുന്ന, പലതിലും ഇടപെടുന്ന, എല്ലാ കമ്പനിയിലും കയറുന്ന, അവിടെ കാണുന്ന കമ്പനി ഇവിടെ കാണുന്ന കമ്പനിയും വരുന്നതിന്റെ കൂടെയൊക്കെ ചേർന്ന കുറെ ആളുകൾ നെഗറ്റീവായി നോക്കിയെടുക്കുന്ന ആളുകൾക്ക് അവരെ മാത്രമേ കാണുള്ളൂ. അവരങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം വെക്കുക. ഇന്നടത്തിൽ നമുക്ക് ഇത്രയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2-10 കിട്ടുക, ആഴ്ചയിൽ 2-10 കിട്ടുന്ന ഒരു ലക്ഷ്യം ഒരാൾക്കുണ്ട്. അത് കിട്ടുന്നത് വരെ അതിന്റെ കൂടെ നിൽക്കുകയും പിന്നാലെ നടക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം. നമ്മൾ കമ്പനിയുടെ ലക്ഷ്യം, നമുക്ക് കമ്പനിക്ക് ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമുക്ക് അതിനെ പറ്റി പഠിക്കും. പറയുന്നു, ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, വളരെ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളത് പ്രധാന ലക്ഷ്യമാണ്. അപ്പൊ നമുക്ക് എത്തിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഒരു നെഗറ്റീവ് കേൾക്കേണ്ടി വരില്ല. ഉയർന്ന നിലവാരമുള്ള സാധനങ്ങളാണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് വിതരണക്കാർക്ക് ഒരു ബിസിനസ് അവസരം നൽകുക എന്നുള്ള കമ്പനിയുടെ പ്രധാന ലക്ഷ്യത്തിൽ മറ്റൊന്നാണ്. ഇതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു ബിസിനസ് അവസരം നൽകുക എന്നുള്ളത്. ബിസിനസ് അവസരം നൽകുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, കമ്പനിക്ക് പരിശീലനം, ഇത് പറഞ്ഞു നടക്കുന്നതിന് പകരമായി അത് ചെയ്യാൻ പറ്റാവുന്ന പരിശീലനം ലഭിച്ച പരിശീലകരുടെ വലിയ ഒരു ശൃംഖല തന്നെ കമ്പനിക്കുണ്ട്. ഇത് വഴിയാണ് ഈ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരെ തേടി എത്തിച്ചു കൊടുക്കുന്നത്, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് കൊടുക്കുന്നത് കമ്പനി. അതേസമയം കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു നല്ല വരുമാന മാർഗമായിട്ടും കൂടിയാണ് കമ്പനി ഇതിനെ കാണുന്നത്. അങ്ങനെയാണ് കമ്പനി വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, സ്വന്തമായ ഒരു കച്ചവടം തുടങ്ങാനും സ്വന്തമായൊരു ഏർപ്പാട് തുടങ്ങാനും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാനും അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെയാണ് കമ്പനിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ വരുമാനം നേടുന്നത് എങ്ങനെയാണ്? ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ സ്വന്തം നെറ്റ്വർക്ക് വളർത്തുന്നു. നെറ്റ്വർക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാവുന്ന ഉൽപ്പന്നങ്ങൾ, ആളുകൾ ആക്ഷേപിക്കാത്ത, ആളുകൾ കുഴപ്പം പറയാത്ത, ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാൻ തരുന്നു. അത് വിൽക്കാൻ തരുന്ന അതിനോട് കൂടി വിൽക്കുന്ന ആളുകളെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നു. നമ്മൾ വിൽക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് വിൽക്കുന്ന ആളുകളെ ഉണ്ടാക്കാം, അതിനുള്ള സ്വാതന്ത്ര്യ സൗകര്യങ്ങളൊക്കെ തരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോ അങ്ങനെ നെറ്റ്വർക്ക് വർദ്ധിക്കുമുണ്ടാകുന്ന എന്താണ്? പരിധിയില്ലാത്ത വരുമാനം. തുടക്കക്കാർക്കും നമ്മളൊക്കെ, എനിക്കും അങ്ങനെ പറഞ്ഞത്, പക്ഷെ നമ്മളങ്ങനെ വാങ്ങുന്ന ആളുകളെ നമുക്കൊന്ന് കാണാനും കാണിക്കാനും കഴിയും. പരിധിയില്ലാത്ത വരുമാനം, പ്രതിമാസ വരുമാനങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ബോണസുകളും, ലോയൽറ്റി ബോണസുകളും, പെർഫോമൻസ് ബോണസുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കും. അത് മാത്രമല്ല, ഈ ബിസിനസ്സിനുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം കമ്പനി ഉദ്ദേശിക്കുന്നത് സമയത്തിലും ജോലിയിലും സ്വാതന്ത്ര്യം ഉണ്ടാക്കണമെന്ന്. നമുക്ക് വിൽക്കാൻ, വളരെ പെട്ടെന്ന് വിൽക്കാൻ പറ്റാവുന്ന, ആളുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയുക്തമായ, വ്യക്തിഗത പരിചരണത്തിന് പറ്റിയ ഹോം കെയർ, നമ്മുടെ വീടുകളുടെ ആവശ്യത്തിന് പറ്റുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, പോഷകാഹാരങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് പുറമെ ഇത് നീ അങ്ങനെ ഏറിയൊക്കെ കിടന്ന് എങ്ങനെയെങ്കിലൊക്കെ വിൽക്കണം എന്നല്ല, നിനക്ക് വിൽക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള അത് ചെയ്യാനുള്ള പരിശീലന കളരിയുമുള്ള ഒരു ഏർപ്പാടിലാണ്, ഒരവസരത്തിലാണ് നമ്മളുള്ളതെന്ന് ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ നോക്കൂ, പരിശ്രമം തുടർന്നു കൊണ്ടേയിരിക്കണം. തുടക്കത്തിൽ നമ്മൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. ഈ അടുത്ത എനിക്കുണ്ടായ വല്ലാത്തൊരു പ്രയാസം ഞാൻ ഓർത്തു പോവാണ്.
ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നത് കേൾക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും പലരും കേൾക്കുന്നുണ്ടാകും. ഇവരെ മുമ്പ് ഒന്നും പറഞ്ഞൂടാ, പള്ളവേദന പറഞ്ഞാലും മരുന്ന്, കാലുവേദന പറഞ്ഞാലും മരുന്ന്, തലവേദന പറഞ്ഞാലും മരുന്ന്, എന്ത് പറഞ്ഞാലും മരുന്നുണ്ടാവേ. അപ്പൊ നമ്മൾ ചിലപ്പോ കുടുംബത്തിൽ പോലും നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ പറയുമ്പോൾ ആ കുടുംബത്തിലെ ആളുകൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരത്തരം ഏതെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളാണ്, രോഗപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിർത്തിക്കേ വരുന്നുണ്ട്. എല്ലാത്തിനും ഒരിടത്ത് മരുന്നുണ്ടാവും. നമ്മളെ കളിയാക്കലിന്റെ ഒരു പ്രധാനം കളിയാക്കലുണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മളിൽ നിന്ന് നമുക്ക് ഒന്നും വരാൻ പാടില്ല എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട്. നമ്മൾ മാത്രം നമുക്കെന്താ വന്ന ഓനെല്ലാവർക്കും മരുന്ന് കൊടുക്കുന്നു അവന്റെ എന്ന് വല്ലാത്തൊരു കളിയാക്കൽ. അതിലൊന്നും ഒരു നിരാശപ്പെടരുത്. എന്താ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ മാത്രമല്ല, ഈ അടുത്ത് മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു ഞാന് ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കുമ്പോ, വയനാട് ജില്ലയിലെ വലിയൊരു ഹോസ്പിറ്റൽ നടത്തുന്ന അതിന്റെ മുതലാളി, മക്കൾ ഡോക്ടറാണ്, ഇയാൾ അവിടുത്തെ പ്രധാന ഡോക്ടറാണ്. ആ ഡോക്ടറുടെ കഥ അങ്ങനെ വായിച്ചു നോക്കുമ്പോ അയാൾ പറഞ്ഞപ്പോ, ആ ഡോക്ടർ എല്ലാ മാസവും അയാൾക്ക് ഇടക്കിടക്കിടക്കിടക്ക് അയാളുടെ രക്തമായിട്ട് ചേഞ്ച് ആക്കണം. രക്തത്തിൽ ക്യാൻസർ എന്തോ ഒന്ന് വന്നിട്ട് രക്തം ഇങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കണം. അയാൾ ക്യാൻസറിന് ചികിത്സിക്കുന്നുണ്ട്, അയാളെ ഹോസ്പിറ്റലിൽ ക്യാൻസറിന് ചികിത്സയുണ്ട്, അയാളുടെ ഹോസ്പിറ്റലിൽ അറ്റാക്കിന് ചികിത്സയുണ്ട്, എല്ലാ ചികിത്സയും ഉണ്ടോ. അയാൾ നിർത്തിയോ? അയാൾക്കറിയില്ലേ ഞാൻ ഇതിന്റെ രോഗിയാണെന്നുള്ളത്? മറ്റു വലിയ ഒരു മെഡിക്കൽ കോളേജിന്റെ ഇന്നലെ അയാളെ അന്വേഷിച്ച് നോക്കുമ്പോ അയാൾക്ക് അവരുടെയൊക്കെ രോഗത്തിനൊക്കെ ദൈവശിഫ നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചില വിഷയങ്ങൾ കേൾക്കുമ്പോ, ചില വെല്ലുവിളികൾ ഉണ്ടാകുമ്പോ, ചില കളിയാക്കലുകൾ ഉണ്ടാകുമ്പോ നമ്മൾ വളരെ പെട്ടെന്ന് തളർന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യം ഉണ്ടെങ്കിൽ, നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ, നമുക്ക് ആരുടെ മുമ്പിലും തലകുനിക്കാതെ അഭിമാനത്തോടെ അഡ്ജസ്റ്റ്മെന്റുകളില്ലാതെ. എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്? ആളുകളുമായി അഡ്ജസ്റ്റ്മെന്റ് ആണ്. മനുഷ്യന്റെ നേതൃത്വ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റാണ്. അത് ആളുകൾ തമ്മിലാണ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ വാങ്ങുന്നിടത്ത്, നമ്മൾ കൊടുക്കുന്നിടത്ത്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തില്, നമ്മുടെ വീടില്, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ എന്താവരുത്, നമ്മൾ ബാക്കോട്ട് പോകരുത്. പർച്ചേസ് ചെയ്യുന്നിടത്തിലൊക്കെ അതിന് വളരെ അങ്ങനെ ഒരു ആഗ്രഹവും നമ്മുടെ ലക്ഷ്യവും നമ്മൾ വെച്ചാൽ, എനിക്ക് നല്ലൊരു വാഹനം ഉണ്ടാവും. മനുഷ്യന്റെ ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ നല്ലൊരു വീട്, നല്ലൊരു ഭാര്യ, നല്ലൊരു വാഹനം, അതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ ഒരു വെല്ലുവിളിയും നമുക്ക് പ്രശ്നമാവില്ല, ഒരു കളിയാക്കൽ നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിര പരിശ്രമത്തിലൂടെ, കഠിന അധ്വാനത്തിലൂടെ വിജയം നേടാൻ നമുക്ക് കഴിയും. അങ്ങനെ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കഴിയണം. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കഴിയണം. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കഴിയും. പുതിയ നേട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ 400 300 മതിയപ്പ, എങ്ങനെ അന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ കഴിഞ്ഞു പോകും. പുതിയ നേട്ടങ്ങളും പുതിയ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്തേ മതിയാവും. പുതിയ കാര്യങ്ങൾ ചെയ്യും, പുതിയതായ അനുഭവങ്ങൾ ഉണ്ടാകും, പുതിയ ആളുകളുമായി ഇടപെടേണ്ടി വരും, പുതിയ വെല്ലുവിളികൾ വരും. ആ പുതിയ വെല്ലുവിളികളൊക്കെ നേരിടാൻ നമുക്ക് കഴിയും. അവരോടൊന്നും നമുക്ക് ആരോടും ആക്ഷേപമില്ല, നമുക്ക് വെറുപ്പില്ല. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പുതിയ വിപണന രീതികൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ പുതിയ വിപണന രീതികളൊക്കെ പഠിച്ച് നമ്മൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് ഇങ്ങനെ പരിശീലിപ്പിച്ച് തരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ പുതിയത് ചെയ്യുമ്പോൾ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നമ്മുടെ ആളുകളെ സഹായിക്കാനും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും നമുക്ക് ആരുടെ മുമ്പിലും തലകുനിക്കാതെ, അത് മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്കും കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ബിസിനസ് അവസരത്തിലാണ് നമ്മൾ ഉള്ളതെന്നും ബോധ്യം ഉണ്ടാക്കണം. പുതിയ പരിശീലനങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കയറുകളൊക്കെ പൊട്ടിച്ചെറിയണം. ചില കയറുകൾ പൊട്ടിച്ചെറിയണം എന്ന് പറയുമ്പോഴ് ഞാൻ എന്നെ ഓർമ്മയാവുന്നത് ഒരു കഥ, ഒരു സംഭവം വായിച്ചതാണ്. ഒരാളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോഴേ അയാൾ നടന്നു പോകുന്നതിനിടയിൽ അയാള് ഒരു മനുഷ്യന് ഒരു വലിയ ആനയെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് കണ്ടു. ആനയെ പരിശീലിപ്പിക്കുന്നുള്ളത് അങ്ങനെ കഴിഞ്ഞു. അയാൾക്കനുസരിച്ചൊക്കെ നടക്കാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ അതിലിങ്ങനെ നടന്നു പോകുമ്പോ ആ ആന അയാളെ കൂടെ ഉണ്ട്. ആ സമയത്ത്
ഈ ആന കുറെ വലിപ്പം വെച്ചിട്ടുണ്ട്, ഉഷറായിട്ടുണ്ട്, നല്ല ഉഷറൻ ആനയൊക്കെ ആയിട്ടുണ്ട്. ഇയാൾക്ക് മാറ്റുന്നു, അയാൾ ഇങ്ങനെ കണ്ടു നോക്കുന്നുണ്ട്. അപ്പൊ ഈ ആന അയാൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒരു ചെറിയ കയറിലാണ് കെട്ടിയിട്ടത്. ഒരു ചെറിയ കയറ് കെട്ടിയിട്ടിട്ട് ആ കയറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ കയറൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് ഞൊട്ടിയാ പൊട്ടാനുള്ള കയറാണ്. ആനയല്ലേ, വലിയ വടിയും തടിയും ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ആന വളരെ കുഞ്ഞി കയറിൽ കെട്ടിയിട്ടത് ഇങ്ങനെ കണ്ടപ്പോ ഈ പോന്ന ആൾക്ക് ഒരു അത്ഭുതം തോന്നി. പരിശീലനം കൂടെ ചോദിച്ചു, അല്ല ഞാൻ ഇതിന്റെ മുമ്പ് പോകുമ്പോൾ ഈ ആനയെ ഇങ്ങനെ കയറിട്ട് അന്ന് കുട്ടി ആനയാണ്, കുട്ടി ആനക്ക് അങ്ങനെ വലിച്ചാൽ ചിലപ്പോൾ ഈ കയറ് പൊട്ടൊന്നുണ്ടായിരുന്നു, പൊട്ടൂരാന്ന് ഞാൻ കത്തി അങ്ങനെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇതൊക്കെയായി വലിയ ആനയായി പരിശീലനമൊക്കെ കഴിഞ്ഞ് ഈ ആന ഇപ്പൊ നിങ്ങൾ കെട്ടിയിട്ട കയറ് അന്നത്തെ കയറിന്റെ അത്ര പോലും ഉറപ്പില്ലാത്ത ബലമില്ലാത്ത കയറാണെന്ന് എനിക്ക് തോന്നുന്നു. ആന ഒന്ന് വെറുതെ ഞൊട്ടിയത് പൊട്ടൂലെന്ന്. അപ്പൊ ആന പരിശീലിപ്പിക്കുന്ന പരിശീലകൻ പറഞ്ഞു, പൊട്ടൂല. എന്താന്ന് വെച്ചു, ആന വലിക്കൂല. ആന വലിക്കാത്തെന്ന് വെച്ചു. ഞാൻ അതിനെ ചെറുതിനെ ശീലിക്കുമ്പോൾ ആ കയറ് ഒരുപാട് തവണ ആന വലിച്ചു നോക്കിയതാണ്. ഒരുപാട് തവണ വലിച്ചു നോക്കി. അങ്ങനെ വലിച്ച് പൊട്ടാതായപ്പോ ആന ആ പരിശ്രമം ഒഴിവാക്കി. ഇപ്പൊ ആനന്റെ വിചാരം ഇത് പൊട്ടാത്ത കയറാണെന്നാണ്. അതുകൊണ്ട് അത് വലിക്കാൻ മനക്കൊട്ടൂല, പൊട്ടിക്കൂല, അത് അവിടെ കിടക്കൂന്ന്. എന്താ നമുക്കുള്ള പാഠം എന്താണ്? നമ്മളിപ്പോ അങ്ങനെയാണല്ലോ, കുറെ കുഞ്ഞു കയറിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. പൊട്ടാവുന്ന കയറുകളേ ഉള്ളൂ. ചില വിഷയങ്ങളില് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചില ധാരണകളും ചില കാഴ്ചപ്പാടുകളും അതൊന്നും മാറ്റാൻ റെഡിയല്ല. അങ്ങനെ ഒരു പുതിയത് കൊണ്ടുവരാൻ തയ്യാറല്ല. അത്തരം ആളുകൾക്കൊന്നും ഈ പിടിച്ചെറിഞ്ഞ് നമ്മൾ പുതിയ കാര്യങ്ങൾ പരിശ്രമത്തിലൂടെ നല്ല അധ്വാനത്തിലൂടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നല്ല വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും നല്ല ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നുപെട്ടിട്ടുള്ളത്. നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്കും കൈമാറാൻ പറ്റാവുന്ന ഒരു ബിസിനസ് അവസരമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ഞാൻ ഇന്ന് എൻ്റെ വിഷയത്തിലൂടെ ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് നമ്മളെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നുള്ള, നമ്മൾ വന്നുപെട്ടിട്ടുള്ളത് ഏതെങ്കിലും സമയമല്ല. നമുക്കിപ്പോ ഈ സമയം കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ുണ്ട്. നമ്മളുടെ വളങ്കടിയുടെ കാലിന്റെ ചെറുതായ മുതൽ അങ്ങനെ പോന്നാൽ മുട്ടുംകാലിനും നടുവിനും വയറിനും ഉള്ള നിലവാരമുള്ള റിസൾട്ടുള്ള നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളെ പരിശീലിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശൃംഖല നമുക്കുണ്ട്. ഇങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മാത്രമല്ല, രക്ഷപ്പെടുത്താനും കഴിയാവുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് അവസരത്തിനാണുള്ളത്. അതിൽ നമ്മൾ വന്നുപോയിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡില് നമുക്കതിന്റെ കമ്പനിയെ കുറിച്ച് അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രം, അവരുടെ എല്ലാ ചരിത്രവും നമുക്കിന്ന് പഠിക്കാൻ കഴിയും. ആ ചരിത്രങ്ങളും അതിന്റെ ഉൽപ്പന്നങ്ങളുടെ എല്ലാ സംഭവങ്ങളും നിലവാരങ്ങളൊക്കെ പഠിച്ചിട്ടേ ഞാൻ ഈ ബിസിനസ് ചെയ്യുമെന്ന് വാശി പിടിക്കാതെ നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ വരുമാന മാർഗം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾക്ക് ജീവിതത്തിൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ, നമ്മൾ ഡ്രസ് എടുക്കുന്നിടത്തിലോ, വീടുകളിലോ, ഭക്ഷണ കാര്യങ്ങളിലോ, വീടെടുക്കുന്നിടത്തോ, വാഹനത്തിലോ ഒന്നും അഡ്ജസ്റ്റ്മെന്റുകളില്ലാതെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാഹനങ്ങളും വീടുകളും സൗകര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റാവുന്ന ഒരു അവസരമാണെന്നും അത് നേടിയെടുക്കലാകണം നമ്മുടെ ലക്ഷ്യമെന്നും എന്ന ലക്ഷ്യബോധത്തോടുകൂടെ ഏറ്റവും നന്നായി ലക്ഷ്യബോധമുള്ള, ലക്ഷ്യം എഴുതി വെച്ചിട്ടുള്ള ഈ കമ്പനിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.